എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഗ്രടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളം യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായി ആരും കാണിക്കാത്ത ഒരു ചന്തയാണ് കാങ്കയം കാളച്ചന്ത. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാങ്കയം ബ്രീഡ്, തനതായ ഒറിജിനൽ കാങ്കയം ബ്രീഡ് മാത്രം വിൽക്കപ്പെടുന്ന ഒരു ചന്തയാണ്. ഈ ചന്തയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ചന്തയിലെ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരാനുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഏതാണ് ലൊക്കേഷന്, ഏതാണ് ദിവസം എന്നെല്ലാം ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ കാങ്കയം ചന്ത സ്ഥിതി ചെയ്യുന്നത് കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഒറിജിനൽ ഇതിൻ്റെ പേരിന് അവകാശപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാങ്കയം ചന്ത കാങ്കയം കാളകളെ വിൽക്കുന്ന അല്ലെങ്കിൽ പശുക്കളെ വിൽക്കുന്ന ഏക ചന്ത കൂടിയാണിത്. ഏകദേശം 15 ഏക്കറോളം സ്ഥലത്തായിട്ട് വിസ്തീർണത്തിൽ ഒരുപാട്, അത് എല്ലാ സ്ഥലത്ത് ചെന്നാലും നമുക്ക് നിറയെ, സാധാരണ നമ്മുടെ ചന്തകളിൽ ചെന്നത് പോലെ നിറയെ കാളകളെ ഒന്നും കാണാൻ പറ്റില്ല. വലിയ സ്ഥലമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൂടാതെ കാളകളെ വാങ്ങിക്കാനായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം കച്ചവടക്കാർ വരാറുണ്ട് വാങ്ങിക്കാനൊക്കെ. നിങ്ങൾക്ക് ഇവിടുന്ന് ഒറിജിനൽ കാങ്കയം ബ്രീഡ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇവിടെ ചന്തയെ അറിയിക്കാം, ചന്ത കമ്മിറ്റിയെ അറിയിക്കാം ഇത് കാങ്കയം ബ്രീഡല്ല, ക്രോസാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അവർ ആ സാധനം അവിടെ വിൽക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ നിയമം. നല്ല ക്വാളിറ്റിയുള്ള കാളകൾ മാത്രം വിൽക്കുന്ന ചന്ത. ഇതുപോലെ തന്നെ ബ്രീഡിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാങ്കയം പശുക്കളും കാളകളെല്ലാം ആയിട്ട് വിലകൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. കാരണം വെച്ചാൽ ഒന്നാമത് വീഡിയോ എടുക്കാൻ തന്നെ ഇവിടെ പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ മലയാളി ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു മലയാളികൾക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നാണ് അവർ സംസാരത്തിൽ എനിക്ക് തോന്നിയത്. ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, കേരളത്തിലൊന്നും ആളുകൾ വന്ന് പശു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കേരളക്കാർ കൊണ്ടുപോയാൽ എല്ലാ കാളകളെയും സാപ്പിടുവാങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ വംശം നിലനിർത്തൂല. അപ്പം നമുക്ക് അങ്ങനെ ഒരു പേരുദോഷം അവിടെ പൊതുവേ ഉണ്ട് ഈ കാങ്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. നല്ല ഒരു വലിയ ചന്ത തന്നെയാണ്. ഇത് ഏതാ ദിവസം എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലുമാണ് ഈ ചന്തയുള്ളത്. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നേരത്തെ പോയിട്ട് കാര്യമില്ല. സാധാരണ ചന്തകളിൽ പോകുന്ന സമയം 5 മണി 6 മണിക്കൊന്നും പോയിട്ട് കാര്യമില്ല. 10 മണിക്കാണ് അവിടെ ചന്ത തുടങ്ങുന്നത്. 9:30 10 മണിയാവും ചന്ത തുടങ്ങാനായിട്ട്. വൈകിട്ട് ഏകദേശം 4:30 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ചെറിയ പശുക്കുട്ടികളുണ്ട്, കാളക്കുട്ടികളുണ്ട്, എല്ലാം ലഭ്യമാണ്. നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നത് മിക്കവാറും ക്രോസ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കാങ്കയം കാളകളെന്നൊന്ന് പറഞ്ഞു വരുന്നത് ആണെന്ന് തോന്നുന്നത്. എല്ലാം പുളീൻ്റെ മരങ്ങളാണ് കേട്ടോ. നിറയെ പുളിമരങ്ങളുണ്ട് ഈ പറമ്പിൽ. അതുപോലെ തന്നെ ഇവിടെ ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നവരെ എല്ലാ ഡീറ്റെയിൽസും ഒരുപാട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ പശുക്കുട്ടി, ചെറിയ പശുക്കുട്ടി വാങ്ങിച്ച് കൊണ്ടുപോവുകയാണെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഇവർ വാങ്ങിച്ചു വെക്കും. ഇവർ പിന്നീട് ബന്ധപ്പെടാൻ അയക്കാരം ആണെന്ന് തോന്നുന്നത്.
ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കാങ്കയം പശുവാണ്. അതിൻ്റെ കുട്ടി അടുത്ത് നിൽക്കുന്നുണ്ട്, വേറൊരു പശുക്കുട്ടി. നമ്മളുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ചന്തകൾ വരാനുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇവിടെ ഒരു വ്യാപാരം നടക്കുന്നുണ്ട്, കച്ചവടം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കച്ചവടം ആവട്ടെ. ചിരട്ട കൊണ്ടാണ് പശുക്കുട്ടീനെ പാല് കുടിക്കണ്ടെന്ന് എഴുതിയിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കി, ചിരട്ട കൊണ്ടുള്ള മാസ്ക്. അത് വിളിയല്ലേ. നിങ്ങളുടെ പ്രിയപ്പെട്ട അഗ്രടോക്ക് യൂട്യൂബ് ചാനൽ കാങ്കയം കാളച്ചന്തയിലും എത്തി. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കാങ്കയം പശുവാണ്, മറ്റേത് കാളയുമാണ്. ജോഡിയായിട്ട് വിൽക്കുന്നുണ്ടത് ഉണ്ട്, പശുക്കളായിട്ട് വിൽക്കുന്നതെല്ലാം ഉണ്ട്. ഇത് കാങ്കയം സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഈരോഡിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ. ഈരോഡിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് ഇങ്ങോട്ട്. ഈരോഡ് വരും, ഞാൻ പാലക്കാട് വഴി വന്നുകൊണ്ട് ഈരോഡാണ് എനിക്ക് എളുപ്പം വരുന്നത്. അപ്പോൾ ഈരോഡ് വന്നിട്ട് ഈരോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 55-60 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം. നേരിട്ട് ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ എപ്പോഴും ബസ് ഉണ്ടാവില്ല. 2 മണിക്കൂറിൽ കൂടുമ്പോൾ ഒരു ബസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ടൈമൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും കേട്ടോ. ബസ്സിൻ്റെ സമയം കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വന്നത് ഏതായാലും രാത്രി ഒരു സമയത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ ചന്തയിലെത്തിയപ്പോൾ ഏകദേശം പുലർച്ചെ 1:30 മണി. പിന്നെ ഞാൻ ചുറ്റി നടന്നു. രാവിലെ 9:30 ആക്കണ്ടായി. 9:30 ചന്ത തുറക്കുകയുള്ളൂ. അവിടെ നിങ്ങൾ റൂമും കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഗ്രാമമാണ് കാങ്കയം എന്ന് പറഞ്ഞാൽ. എൻ്റെ വിചാരം വലിയ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള വലിയ സ്ഥലമാണ്, ഒന്നുമല്ല. കുഗ്രാമത്തിലാണ് ഈ ചന്ത നടക്കുന്നത്. ഒരു ചായ കുടിക്കാൻ ഒരു ഹോട്ടൽ പോലും ഇല്ല ഇതിൻ്റെ അടുത്തൊന്നും. ഏതെന്നാലും ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നേരം പിടിപ്പിച്ചു. ഒരു 9:30 മണി ഞാൻ ആക്കി. പിന്നെ 9:30 മണിയായപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചായക്കട ഒക്കെ ഉണ്ട്, തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ്, അവിടുന്ന് പൂജ ചെയ്ത് കൊടുക്കും. പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് പൂജ ചെയ്ത് കൊടുക്കും. അത് എന്തിനുള്ള പൂജയെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, നമ്മൾ പശുക്കളെ പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ ആളുകൾക്ക് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൂജയാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നല്ല കാര്യമാണ്. ഇവിടെ കാങ്കയം പശുക്കളെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ തനത് ബ്രീഡ് കൊണ്ട് ക്രോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്രീഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സിസ്റ്റവും ഉണ്ട്. നിങ്ങൾക്ക് സന്ദർശിക്കാവുന്ന ഒരു ചന്ത തന്നെയാണ്. ഇതിനോട് ക്രേസ് ഉള്ളവർക്ക്. മലയാളികളില്ല കേട്ടോ, മലയാളികളെ ഒരൊറ്റ മലയാളികളും കണ്ടിട്ടില്ല. ചിലപ്പം എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ വന്നുകൂടായില്ല. ആന്ധ്രക്കാരെ കണ്ട്, അതുപോലെ തന്നെ തെലുങ്കാന, കർണാടകക്കാരൊക്കെ കണ്ടു, എല്ലാവരും പരിചയപ്പെട്ടു. പക്ഷെ മലയാളികളെ മാത്രം കാണാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയാണ് കാങ്കയം ചന്തയുടെ വിശേഷങ്ങൾ. പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്പറൊക്കെ തപ്പിപ്പിടിച്ചെടുക്കാറുണ്ട്.
എൻ്റെ നമ്പർ വിളിച്ചാൽ കിട്ടില്ല. ഞാൻ മിക്കവാറും ഗൾഫിലായിരിക്കും. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ചെയ്യുന്ന ഒരു വീഡിയോസാണിത്. അപ്പോൾ എന്നെ വിളിച്ചാലൊരിക്കലും കിട്ടില്ല. എൻ്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്. 99 47 200 600 എന്ന് പറയുന്ന എൻ്റെ നമ്പർ. അതിലേക്ക് നിങ്ങൾ വീണ്ടും പറയുകയാണ്, വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇത് വില നിലവാരം ചോദിക്കുക, അഥവാ ഏത് ചന്തയിലാണ് വില കുറഞ്ഞ് കിട്ടുകയെന്ന് കരുതി എന്നോട് ചോദിക്കരുത്. അത് എനിക്ക് പറയാൻ അറിയില്ല. ഓരോ ചന്തയും ഓരോ മാർക്കറ്റ് ആയിക്കാരും. അപ്പോൾ ഏത് ചന്തയിലാണ് വില കുറച്ച് കിട്ടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതങ്ങനെയാണ്. ഇപ്പോൾ ചന്തയിൽ പോയി പരിചയമുള്ളവർക്ക് അതറിയാം. അപ്പോൾ അല്ലാത്ത ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഏത് ചന്തയിലാണ് വില കുറഞ്ഞ് കിട്ടുക, ഏത് ചന്തയിലാണ് വില കുറഞ്ഞ് പശുക്കളെ കിട്ടുക, കന്നുകളെ കിട്ടുക, പോത്തുകളെ കിട്ടുക എന്നൊക്കെ. അങ്ങനെ പറയാൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതെനിക്കറിയില്ല. ഓരോ ദിവസവും ഓരോ മാർക്കാരാണ്. ചില ദിവസങ്ങളിൽ ചില ചന്ത വളരെ ചൂടായിക്കാരം. അന്നേരം വിലയൊക്കെ കൂടിപ്പോകും. നല്ല തിരക്കുമൊക്കെ ഉണ്ടാകുമ്പോൾ. കച്ചവടമൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവെ കുറച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചന്തകളുടെ വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ ചന്തയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും വീണ്ടും പറയുകയാണ്. ഓക്കെ, പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ്, ജയ് കിസാൻ.